വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. നമ്മൾ ഇന്ന് റിവ്യൂ ഓഫ് ഓഫ്താൽമോളജി AK ഖുറാനയുടെ റിവ്യൂ ഓഫ് ഓഫ്താൽമോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് കൺജക്റ്റിവൈറ്റിസ്. ഓപ്ഷൻസ് എ സ്റ്റഫിലോകോക്കസ് ഓറിയസ്, ബി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, സി ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, ഡി നെയ്സീരിയ ഗൊണേറിയെ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്റ്റഫിലോകോക്കസ് ഓറിയസ് ആണ് മോസ്റ്റ് കോമൺ ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് കൺജക്റ്റിവൈറ്റിസ്. ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് കൂടാണ്ട് ബ്ലിഫറോ കൺജക്റ്റിവൈറ്റിസിൻ്റെയും മോസ്റ്റ് കോമൺ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഫിലോകോക്കസ് ഓറിയസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് കോസേറ്റീവ് ഓർഗാനിസം ഫോർ ആംഗുലാർ കൺജക്റ്റിവൈറ്റിസ്. ഓപ്ഷൻസ് എ മൊറാക്സെല്ല ആക്സൻഫീൽഡ്, ബി ക്ലെബ്സിയെല്ല ന്യൂമോണിയെ, സി ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, ഡി നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ മൊറാക്സെല്ല ആക്സൻഫെൽഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊറാക്സെല്ല ആക്സൻഫെൽഡ് എന്ന് പറയുന്നത് ഒരു ബാസിലസ് ടൈപ്പ് ബാക്ടീരിയ ആണ്. ബാസിലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. ഈ ആംഗുലാർ കൺജക്റ്റിവൈറ്റിസിനെ തന്നെ ഡിപ്ലോ ബാസിലറി കൺജക്റ്റിവൈറ്റിസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഡിപ്ലോ ബാസിലറി കൺജക്റ്റിവൈറ്റിസ്, ഇത് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാത്തോനോമിക് ഫീച്ചേഴ്സ് ഓഫ് ട്രക്കോമ ഫോളിക്കുലാർ. ഓപ്ഷൻസ് എ പ്രസൻസ് ഓഫ് ലേബർ സെൽസ്, ബി ഏരിയാസ് ഓഫ് നെക്രോസിസ്, സി ബോത്ത് ഓഫ് ദ എബോ, ഡി നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദ എബോ ആണ്. ട്രക്കോമ ഫോളിക്കിൾസിൻ്റെ ഫീച്ചേഴ്സ് ആണ് പ്രസൻസ് ഓഫ് ലേബർ സെൽസും അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് നെക്രോസിസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വിമ്മിംഗ് പൂൾ കൺജക്റ്റിവൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ ക്ലാമിഡിയ ട്രക്കോമാറ്റിസ്, ബി അഡിനോവൈറസ് ടൈപ്പ് 8, സി പൈക്കോർണ വൈറസ്, ഡി ഗോണോകോക്കസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് ആണ്. സ്വിമ്മിംഗ് പൂൾ കൺജക്റ്റിവൈറ്റിസിനെ തന്നെയാണ് ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ് എന്നും കൂടെ പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കോമണസ്റ്റ് കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് സെറോടൈപ്സ് D-K ആണ്. D-K. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്യൂട്ട് ഹെമറാജിക് കൺജക്റ്റിവൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ എൻട്രോവൈറസ്, ബി അഡിനോവൈറസ്, സി സ്യൂഡോമോണാസ്, ഡി സ്ട്രെപ്റ്റോകോക്കസ് ഹീമോലിറ്റിക്കസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ എൻട്രോവൈറസ് ആണ്. ഈ അക്യൂട്ട് ഹെമറാജിക് കൺജക്റ്റിവൈറ്റിസിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺജക്റ്റൈവൽ ഹെമറേജസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൺജക്റ്റൈവൽ ഹൈപ്പറേമിയ, മൈൽഡ് ഫോളിക്കുലർ ഹൈപ്പർപ്ലേഷ്യ, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ്താൽമിയ നിയോനാറ്റോറം ഈസ്. ഓപ്ഷൻസ് എ ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റൈവ ഒക്കറിംഗ് ഇൻ ആൻ ഇൻഫാൻറ്റ് ലെസ് ദാൻ 30 days ഓഫ് ഓൾഡ്, ബി എനി ഡിസ്ചാർജ് ഓർ വാട്ടറിംഗ് ഫ്രം ദ ഐ ഇൻ ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ്, സി ഓൾവേസ് കോസ്ഡ് ബൈ ഗോണോകോക്കൈ, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓഫ്താൽമിയ നിയോനാറ്ററം എന്ന് പറയുന്നത് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്റ്റൈവ ഒക്കറിംഗ് ഇൻ ആൻ ഇൻഫാൻറ്റ് ലെസ് ദാൻ 30 days ഓഫ് ഓൾഡ്. ഇത് പ്രിവെൻറ്റബിൾ ഡിസീസ് ആണ്. ഇത് യൂഷ്വലി ഒക്കർ ചെയ്യുന്നത് നമ്മൾ ബർത്തിൻ്റെ ടൈം ഓഫ് ബർത്തിൽ കെയർലെസ്നെസ് കാരണമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇനി ഇതിൽ ഓപ്ഷൻ ബി എന്താ പറഞ്ഞിരിക്കുന്നത്? എനി ഡിസ്ചാർജ് ഓർ വാട്ടറിംഗ് ഫ്രം ദ ഐ ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ്. അത് നമുക്ക് ഓഫ്താൽമിയ നിയോനാറ്ററം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, ജസ്റ്റ് സസ്പെക്റ്റ് ചെയ്യാം നമുക്ക് ഇതാവാൻ ചാൻസ് ഉണ്ടെന്ന്. ഓപ്ഷൻ സി എന്താണ്? ഓൾവേസ് കോസ്ഡ് ബൈ ഗോണോകോക്കൈ എന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഓഫ്താൽമിയ നിയോനാറ്ററത്തിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത് ഗോണോകോക്കൽ ഇൻഫെക്ഷൻസ് ആണെന്ന് പറയാം. പക്ഷേ വേറെയുള്ള ബാക്ടീരിയാസും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഹീമോഫിലസ് സ്പീഷീസ്, സ്ട്രെപ്റ്റോകോക്കസ് ഹീമോലിറ്റിക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ കോസേറ്റീവ് ഏജൻസ് ആണ്. പക്ഷേ മോസ്റ്റ്ലി ഉണ്ടാക്കുന്നത് ഗോണോകോക്കൈ ആണ്. ഓൾവേസ് കോസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രിംഗ് കാട്ര മേ ബി അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് എ ആൻറ്റീരിയർ സബ് ക്യാപ്സുലർ കാറ്ററാക്ട്, ബി കെരാറ്റോഗോണസ്, സി ഇൻഡസ്ട്രീഷ്യൽ കെരാറ്റൈറ്റിസ്, ഡി ഓൾ ഓഫ് ദ എബോ. ഈ സ്പ്രിംഗ് കാറ്ററിനെ തന്നെയാണ് നമ്മൾ VKC വേർണൽ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് അലർജിക് കൺജക്റ്റിവൈറ്റീസിൻ്റെ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ടൈമിൽ പറഞ്ഞിരുന്നു. കോബിൾ സ്റ്റോൺ പാപ്പില്ലേ, ഹെക്സഗണൽ പാപ്പില്ലേ, ജെലാറ്റിനസ് ലിംബൽ മെംബ്രെയിൻ, ട്രാൻഡ സ്പോട്സ്, ഡസ്കി റെഡ് ട്രയാങ്കുലർ കൺജഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പ്രിംഗ് കാട്ര ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി കെരാറ്റോഗോണസ് ആണ് ആൻസർ. കെരാറ്റോഗോണസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പ്രിംഗ് കാട്ര കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസോസിയേഷൻ ഓഫ് അറ്റോപിക് കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ
കെരാറ്റോകോണസ്, ബി എറ്റോപിക് കാറ്ററാക്ട്, സി അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ഡി ഇൻഡസ്ട്രീഷ്യൽ കെരാറ്റൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇൻഡസ്ട്രീഷ്യൽ കെരാറ്റൈറ്റിസ് ആണ്. ഈ അറ്റോപിക് കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് അറിയപ്പെടുന്നത് അഡൾട്ട് ഇക്വാലൻ്റ് ഓഫ് വേർണൽ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് എന്നാണ്. VKC നമുക്ക് കൂടുതലും കുട്ടികളിൽ ഒരു 4 to 20 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെയാണ് കാണാൻ പറ്റുക. എന്നാൽ AKC കുറച്ചുകൂടി യങ് അഡൾട്ട്സിലാണ് കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജയന്റ് പാപ്പിലറി കൺജക്റ്റിവൈറ്റിസ് ഓക്കേഴ്സ് ആസ് ആൻ അലർജിക് റെസ്പോൺസ് ടു ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ കോണ്ടാക്ട് ലെൻസ്, ബി ഇൻട്രാക്കുലർ ലെൻസ്, സി പ്രോസ്തെസിസ്, ഡി നെയിലോൺ സ്യൂച്ചേഴ്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഇൻട്രാക്കുലർ ലെൻസ് ആണ്. ബാക്കി കോണ്ടാക്ട് ലെൻസ്, പ്രോസ്തെസിസ്, നെയിലോൺ സ്യൂച്ചേഴ്സ് ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അലർജിക് റെസ്പോൺസ് ആയിട്ട് ജയന്റ് പാപ്പിലറി കൺജക്റ്റിവൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് വെരി ലാർജ് സൈസ്ഡ് പാപ്പില ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 millimeter ഇൻ സൈസ് എന്നാണ് പറയുക. ഇതിനെ തന്നെയാണ് മെക്കാനിക്കലി ഇൻഡ്യൂസ്ഡ് പാപ്പിലറി കൺജക്റ്റിവൈറ്റിസ് എന്നും കൂടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആർ ട്രൂ അബൌട്ട് ഫ്ലിങ്ടെനുലാർ കൺജക്റ്റിവൈറ്റിസ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ഇറ്റ് ഈസ് എ ടൈപ്പ് 4 സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ബി അലർജൻസ് ആർ എൻഡോജീനിയസ് ആസ് വെൽ ആസ് എക്സോജീനിയസ്, സി ഇൻസിഡൻസ് ഈസ് ഹയർ ഇൻ ഗേൾസ് ദാൻ ബോയ്സ്, ഡി നൊഡുലാർ ലീഷൻ യൂഷ്വലി ഒക്കേഴ്സ് നിയർ ദി ലിംബസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓരോ ഓപ്ഷൻസ് നോക്കിയാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് 4 സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അത് കറക്റ്റാണ്. ബി എന്താണ്? അലർജൻസ് ആർ എൻഡോജീനിയസ് ആസ് വെൽ ആസ് എക്സോജീനിയസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇറ്റ് ഈസ് ആൻ അലർജിക് റെസ്പോൺസ് ഓഫ് ദ കൺജൻറ്റൈവൽ ആൻഡ് കോർണിയൽ എപ്പിത്തീലിയം ടു സം എൻഡോജീനിയസ് ഇൻഫെക്ഷൻസ്, അതായത് എൻഡോജീനിയസ് അലർജൻസ് ടെക്സ്റ്റിൽ എടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. വേറെ ഇൻസിഡൻസ് ഈസ് ഹയർ ഇൻ ഗേൾസ് ദാൻ ബോയ്സ്, അതും കറക്റ്റാണ്. നൊഡുലാർ ലീഷൻ യൂഷ്വലി ഒക്കർ നിയർ ദ ലിംബസ്, അതും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോളിക്കിൾ ഫോർമേഷൻ മേ ബി സീൻ ഇൻ ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ട്രക്കോമ, ബി വേർണൽ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ്, സി ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ്, ഡി എപ്പിഡമിക് കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി വേർണൽ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് ആണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ PYQ സെക്ഷനിലും ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്യൂഡോ മെംബ്രാനസ് കൺജക്റ്റിവൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ ഗോണോകോക്കസ്, ബി സ്റ്റെഫൈലോകോക്കസ്, സി സ്ട്രെപ്റ്റോകോക്കസ്, ഡി കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് സീക്ക. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ് ആണ് സ്യൂഡോ മെംബ്രാനസ് കൺജക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺജക്റ്റിവൈറ്റിസ് ഇൻ ന്യൂ ബോൺ ഈസ് കോമൺലി കോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ സ്ട്രെപ്റ്റോകോക്കസ്, ബി ഗോണോകോക്കസ്, സി സ്യൂഡോമോണാസ്, ഡി ക്ലാമിഡിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ക്ലാമിഡിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിലാറ്ററൽ കൺജക്റ്റിവൈറ്റിസ് ഈസ് കോമൺലി സീൻ ഇൻ. ഓപ്ഷൻസ് എ ബ്ലിഫറൈറ്റിസ്, ബി വേർണൽ കൺജക്റ്റിവൈറ്റിസ്, സി ഡാക്രോസിസ്റ്റൈറ്റിസ്, ഡി ട്രക്കോമ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഡാക്രോസിസ്റ്റൈറ്റിസ് ആണ്. അതിലാണ് യൂണിലാറ്ററൽ കൺജക്റ്റിവൈറ്റിസ് കോമൺ ആയിട്ട് കാണുന്നത്. ബാക്കി എല്ലാത്തിലും ബൈലാറ്ററലാണ് കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോണർ ട്രാൻഡാസ് സ്പോട്സ് ആർ സീൻ ഇൻ. ഓപ്ഷൻസ് എ വേർണൽ കൺജക്റ്റിവൈറ്റിസ്, ബി ഫ്ലെങ്ടെനുലാർ കൺജക്റ്റിവൈറ്റിസ്, സി ആംഗുലാർ കൺജക്റ്റിവൈറ്റിസ്, ഡി ഫോളിക്കുലാർ കൺജക്റ്റിവൈറ്റിസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ട്രാൻഡാസ് സ്പോട്സ് ഏതിലാണ് കാണുന്നത്? ഓപ്ഷൻ എ വേർണൽ കൺജക്റ്റിവൈറ്റിസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാത്തോനോമിക് ഫീച്ചർ ഓഫ് ട്രക്കോമ ഈസ്. ഓപ്ഷൻസ് എ ബൾബാർ പാപ്പിലെ, ബി പാൽപെബ്രൽ പാപ്പിലെ, സി ബൾബാർ ഫോളിക്കിൾ, ഡി പാൽപെബ്രൽ ഫോളിക്കിൾ. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ബൾബാർ ഫോളിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സേഫ് സ്ട്രാറ്റജി ഹാസ് ബീൻ ഡെവലപ്ഡ് ഫോർ ദ കൺട്രോൾ ഓഫ്. ഓപ്ഷൻസ് എ കൺജക്റ്റിവൈറ്റിസ്, ബി ട്രക്കോമ, സി റിഫ്രാക്റ്റീവ് എറർ, ഡി ഒക്കുലാർ ട്രോമ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ട്രക്കോമയാണ്. ഈ സേഫ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിൽ എസ് സർജറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് യൂസ്, എഫ് എന്ന് പറയുന്നത് ഫേഷ്യൽ ഹൈജീൻ, ഇ എന്ന് പറയുന്നത് എൻവറോൺമെൻറ്റൽ ചേഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻക്ലൂഷൻ ബോഡി കൺജക്റ്റിവൈറ്റിസ് ഈസ് ട്രൂ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ സെൽഫ് ലിമിറ്റിംഗ്, ബി പ്രസൻറ്റ് ഓൺലി ഇൻ ഇൻഫാൻസ്, സി ഒക്കേഴ്സ് വൈൽ പാസേജ് ഫ്രം ബർത്ത് കനാൽ, ഡി കോസ്ഡ് ബൈ ക്ലാമിഡിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇതിൽ റോങ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം കറക്റ്റാണ്. ഇൻക്ലൂഷൻ ബോഡി കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഒക്കേഴ്സ് വൈൽ പാസേജ് ഫ്രം ബർത്ത് കനാൽ, ഡി കോസ്ഡ് ബൈ ക്ലാമിഡിയ. എല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പ്രിംഗ് കാറ്ററൈസ്. ഓപ്ഷൻസ് എ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, ബി ടൈപ്പ് 2, 3, സി ടൈപ്പ് 3, ഡി ടൈപ്പ് 4. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. സ്പ്രിംഗ് കാറ്ററ അല്ലെങ്കിൽ VKC എന്ന് പറയുന്നത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജി റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോംപ്ലിക്കേഷൻ ഓഫ് VKC. ഓപ്ഷൻസ് എ കാറ്ററാക്ട്, ബി കെരാറ്റോകോണസ്, സി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡി വിട്രിയസ് ഹെമറേജ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കെരാറ്റോകോണസ് ആണ് VKCയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് VKC ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ സ്റ്റിറോയിഡ്സ്, ബി ക്രോമോഗ്ലൈക്കേറ്റ്, സി ഒലോപാറ്റിഡിൻ, ഡി ആൻറ്റിബയോട്ടിക്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മൾ VKCക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാത്തത്. ഇതിൽ വേറെ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നവ മെയിൻ ആയിട്ടുള്ളത് ടോപ്പിക്കൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി തെറാപ്പിയാണ്. അതായത് അതിൽ സ്റ്റീറോയിഡ്സ്, മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്, ആൻറ്റി ഹിസ്റ്റമിൻസ്, NSAIDs എല്ലാം വരും. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ടോപ്പിക്കൽ ലൂബ്രിക്കേറ്റിംഗ് ആൻഡ് മ്യൂക്കോലിറ്റിക്സും കൊടുക്കും. സിസ്റ്റമിക് തെറാപ്പി ആയിട്ട് ഓറൽ ഹിസ്റ്റമിൻസും അതുപോലെ ഓറൽ സ്റ്റീറോയിഡ്സ് ഒക്കെ കൊടുക്കും. പിന്നെ ലാർജ് പാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്രാടാസൽ ഇഞ്ചക്ഷൻ ഓഫ് ലോങ് ആക്ടിങ് സ്റ്റീറോയിഡ് അല്ലെങ്കിൽ ക്രയോ ആപ്ലിക്കേഷൻ, സർജിക്കൽ എക്സിഷനൊക്കെ റെക്കമെൻഡഡ് കേസുകളിൽ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹിസ്റ്ററി ഓഫ് ടെരിജിയം ഇൻക്ലൂഡ്സ് ഓപ്ഷൻസ് എ ഇലാസ്റ്റോട്ടിക് ഡീജനറേഷൻ, ബി എപ്പിത്തീലിയൽ ഇൻക്ലൂഷൻ ബോഡീസ്, സി പ്രീ ക്യാൻസറസ് ചേഞ്ചസ്, ഡി സ്ക്വാമസ് മെറ്റപ്ലേഷ്യ ഓഫ് ദി എപ്പിത്തീലിയം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. Pterygium is a degenerative and hyperplastic condition of conjunctiva. The subconjunctival tissue undergoes elastotic degeneration and proliferates as vascularized granulation tissue under the epithelium. Next question. Stoker's line is seen in options A. Pinguiculae, B. Pterygium, C. Congenital ocular melanosis, D. Conjunctival epithelial melanosis. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ടെറിജിയോ ആണ്. ഈ സ്റ്റോക്കേഴ്സ് ലൈൻ എന്ന് പറയുന്നത് ടെറിജിയത്തിൻ്റെ കേസിൽ കോറിൽ എപ്പിത്തീലിയത്തിൻ്റെ ആൻറ്റീരിയർ ഭാഗത്തായിട്ട് കാണുന്ന ഡിപ്പോസിഷൻ ഓഫ് അയൺ ആണ്. അയൺ ഡിപ്പോസിഷനാണ് സ്റ്റോക്കർ ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ട്രക്കോമ MC Callan സ്റ്റേജ് 3 എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഹെർബർട്ട് സ്പിറ്റ്സ്, ബി പാഡസ്, സി നെക്രോസിസ് ഇൻ സ്കാർ, ഡി സ്കാർ ഓൺ ടാസൽ കഞ്ചൻറ്റീവ. ട്രക്കോമയുടെ MC Callan ക്ലാസിഫിക്കേഷനിൽ 4 സ്റ്റേജസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജ് 1 ഇൻസിപ്പിയൻ ട്രക്കോമ എന്ന് അതിനെ അറിയപ്പെടുക. അതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈപ്പറേമിയ ഓഫ് അപ്പർ പാൽപ്പബിൾ കൺജൻറ്റീവ വിത്ത് ഇമ്മച്ചുവർ ഫോളിക്കിൾസ്. ആൻഡ് സ്റ്റേജ് 2 എത്തുമ്പോൾ അതിനെ എസ്റ്റാബ്ലിഷ്ഡ് ട്രക്കോമ എന്ന് പറയും. അതിൽ നമുക്ക് മെച്ചുവർ ഫോളിക്കിൾസ് കാണാൻ പറ്റും, പാപ്പിലേസ്, അതുപോലെ തന്നെ പ്രോഗ്രസീവ് പാനസും കാണാൻ പറ്റും. സ്റ്റേജ് 3 നമ്മൾ സൈക്കൈട്രൈസിങ് ട്രക്കോമ എന്നാണ് പറയുക. അതിൽ നമുക്ക് കൺജൻറ്റൈവൽ സ്കാറിങ് ആണ്, അതുപോലെ ഹെർബർട്ട് സ്പിറ്റും ആണ് മെയിനായിട്ട് കാണാൻ പറ്റുക. ആൻഡ് സ്റ്റേജ് 4 എത്തുമ്പോഴേക്കും സ്റ്റേജ് ഓഫ് സെക്യൂലെ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ MC Callan സ്റ്റേജ് 3 ഉൾപ്പെടാത്തതാണ്. ഹെർബർട്ട് പിറ്റ്സ്, നെക്രോസിൻ സ്കാർ, സ്കാറോൺ ടാസൽ കൺജൻറ്റൈവ ഇതെല്ലാം അതിൽ ഉൾപ്പെടും. ഓപ്ഷൻ ബി പാനസ് ആണ് ആൻസർ. പ്രോഗ്രസീവ് പാനസ് ഏത് സ്റ്റേജിലാണ് കാണുന്നത്? അത് സ്റ്റേജ് 2 കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് അക്യൂട്ട് വൈറൽ കൺജക്റ്റിവൈറ്റിസ്? ഓപ്ഷൻസ് എ വിഷൻ ഈസ് നോട്ട് അഫക്റ്റഡ്, ബി കോർണിയൽ ഇൻഫിൽട്രേഷൻ ഈസ് സീൻ, സി ആൻറ്റിബയോട്ടിക്സ് ആർ ദ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഡി പ്യൂപ്പിൾ റിമൈൻസ് അൺഅഫക്റ്റഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കിയെല്ലാം അക്യൂട്ട് വൈറൽ കൺജക്റ്റിവൈറ്റീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളവയാണ്. ഇനി നമ്മളുടെ വൈറൽ കൺജക്റ്റിവൈറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ്, കോൾഡ് കംപ്രസസ്, ആൻറ്റി ഹിസ്റ്റമിൻസ് ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇത് കൂടാണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സെക്കൻഡറി ഇൻഫെക്ഷനുള്ള ചാൻസ് കാണുകയാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. അതായത് നമ്മളതിനൊരു മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല, പക്ഷേ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സും കൊടുക്കാം. പിന്നെ സ്റ്റീറോയിഡ്സും നമ്മൾ ആക്റ്റീവ് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീറോയിഡ്സും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ചില കേസുകളിൽ നമുക്ക് ആൻറ്റി വൈറൽസും കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഗാനിസം വിച്ച് ക്യാൻ ഇൻവേഡ് ദ ഇൻഡാക്റ്റ് കോർണിയൽ എപ്പിത്തീലിയം ആൻഡ് പ്രൊഡ്യൂസ് പ്യൂർലൻറ്റ് കോർണിയൽ അൾസർ ഈസ്? ഓപ്ഷൻസ് എ നെയ്സിരിയ മെനിഞ്ചൈറ്റിഡിസ്, ബി സ്യൂഡോമോണസ് പയോസൈനെ, സി ന്യൂമോകോക്കസ്, ഡി സ്ട്രെപ്റ്റോകോക്കസ് ഹീമോലിറ്റിക്കസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ദ ഓർഗാനിസം വിച്ച് ക്യാൻ ഇൻവേഡ് ദ ഇൻഡാക്റ്റ് കോർണിയൽ എപ്പിത്തീലിയം ആൻഡ് പ്രൊഡ്യൂസ് പ്യൂർലൻറ്റ് കോർണിയൽ അൾസർ ഈസ്? ഓപ്ഷൻ എ നെയ്സീരിയ മെനിഞ്ചൈറ്റിഡിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോപയോൺ അൾസർ മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ? ഓപ്ഷൻസ് എ ന്യൂമോകോക്കസ്, ബി സ്യൂഡോമോണസ്, സി ഗോണോകോക്കസ്, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ന്യൂമോകോക്കസ് ആണ് ആൻസർ വരിക. പക്ഷേ ഹൈപ്പോപയോൺ അൾസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇവ എല്ലാവരും വരും. ഓപ്ഷൻ ഡി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൾക്കസ് സെർപ്പൻസ് ഈസ് കോസ്ഡ് ബൈ? ഓപ്ഷൻസ് എ ന്യൂമോകോക്കസ്, ബി സ്യൂഡോമോണസ്, സി ഗോണോകോക്കസ്, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ന്യൂമോകോക്കസ് ആണ്. അൾക്കസ് സെർപ്പൻസ് കോസ് ചെയ്യുന്നത് ന്യൂമോകോക്കസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ കോസസ് ഓഫ് നോൺ ഹീലിംഗ് കോർണിയൽ അൾസർ എക്സെപ്റ്റ്?
ഓപ്ഷൻസ് എ റൈസ്ഡ് ഇൻട്രാക്കുലർ പ്രഷർ, ബി അസോസിയേറ്റഡ് ഐറിഡോസൈക്ലൈറ്റിസ്, സി ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ്, ഡി ഡയബറ്റിസ് മെലിറ്റസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അസോസിയേറ്റഡ് ഐറിഡോസൈക്ലൈറ്റിസ് ആണ്. ബാക്കിയുള്ള റൈസ്ഡ് ഇൻട്രാക്കുലർ പ്രഷർ, ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ്, ഡയബറ്റിസ് മെലിറ്റസ് ഇതെല്ലാം നോൺ ഹീലിംഗ് കോർണിയൽ അൾസറിൻ്റെ കോസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് ലീഷൻസ് ഇൻ ദ കോർണിയ മേ ബി സീൻ ഇൻ ഓപ്ഷൻസ് എ ഫംഗൽ കോർണിയൽ അൾസർ, ബി ബാക്ടീരിയൽ കോർണിയൽ അൾസർ, സി വൈറൽ കോർണിയൽ അൾസർ, ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫംഗൽ കോർണിയൽ അൾസറിലാണ് നമുക്ക് സാറ്റലൈറ്റ് ലീഷൻസ് കാണാൻ പറ്റുക. ഇതിൻ്റെ മൈക്കോഡി കോർണിയൽ അൾസർ അല്ലെങ്കിൽ ഫംഗൽ കോർണിയൽ അൾസറിൻ്റെ മെയിൻ സൈൻസ് എന്ന് പറയുന്നത് കോർണിയൽ അൾസർ ഈസ് ഗ്രേയിഷ് വൈറ്റ് ഡ്രൈ ലുക്കിംഗ് വിത്ത് എലിവേറ്റഡ് റോൾഡ് ഔട്ട് മാർജിൻസ്. ചില ഫംഗസുകൾ പിഗ്മെൻറ്റഡ് അൾസർ ബ്രൗണിഷ് കളറിലുള്ള പിഗ്മെൻറ്റഡ് അൾസറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫെദറി ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസ് ആർ പ്രസൻറ്റ്. അതുപോലെ സ്റ്റെറൈൽ ഇമ്മ്യൂൺ റിംഗ് യെല്ലോ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ആണ്. മേ ബി പ്രസൻറ്റ് വേർ ഫംഗൽ ആൻറ്റിജൻ ആൻഡ് ഹോസ്റ്റ് ആൻറ്റിബോഡീസ് മീറ്റ്. ഫംഗൽ ആൻറ്റിജനും ഹോസ്റ്റ് ആൻറ്റിബോഡീസും മീറ്റ് ചെയ്യുന്ന ഭാഗത്തായിട്ട് സ്റ്റെറൈൽ ഇമ്മ്യൂൺ റിംഗ് യെല്ലോ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ആണ്, അത് കാണാൻ പറ്റും. ആൻഡ് മൾട്ടിപ്പിൾ സ്മോൾ സാറ്റലൈറ്റ് ലീഷൻസ് മേ ബി പ്രസൻറ്റ് അറൗണ്ട് ദ അൾസർ. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ ഹൈപ്പോപയോൺ അൾസർ എന്ന് പറയുന്നത് യൂഷ്വലി ബിഗ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്മ്യൂൺ റിംഗ് ഇൻ ദ കോർണിയ ഈസ് എ ഫീച്ചർ ഓഫ് ഓപ്ഷൻസ് എ ബാക്ടീരിയൽ കോർണിയൽ അൾസർ, ബി ഫംഗൽ കോർണിയൽ അൾസർ, സി റിംഗ് അൾസർ ഓഫ് ദ കോർണിയ, ഡി ഡിസ്കിഫോം കെരാറ്റൈറ്റിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇമ്മ്യൂൺ റിംഗ് സ്റ്റെറൈൽ ഇമ്മ്യൂൺ റിംഗ് ഏതിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ഫംഗൽ കോർണിയൽ അൾസറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറൽ ഇൻഫെക്ഷൻസ് യൂഷ്വലി കോസ് ഓപ്ഷൻസ് എ കഞ്ചക്റ്റിവൈറ്റിസ്, ബി കെരാറ്റോ കഞ്ചക്റ്റിവൈറ്റിസ്, സി കെരാറ്റൈറ്റിസ്, ഡി ബ്ലിഫറോ കഞ്ചക്റ്റിവൈറ്റിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി കെരാറ്റോ കഞ്ചക്റ്റിവൈറ്റിസ്. നെക്സ്റ്റ്, ഈസ് നോട്ട് ദ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഹെർപ്പസ് സിംപ്ലക്സ് കെരാറ്റൈറ്റിസ് ഓപ്ഷൻസ് എ ഡിഫ്യൂസ് സ്ട്രോമൽ നെക്രോട്ടിക് കെരാറ്റൈറ്റിസ്, ബി പങ്ക്റ്റേറ്റ് എപ്പിത്തീലിയൽ കെരാറ്റൈറ്റിസ്, സി ഡിസ്കിഫോം കെരാറ്റൈറ്റിസ്, ഡി ന്യൂമുലർ കെരാറ്റൈറ്റിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ന്യൂമുലർ കെരാറ്റൈറ്റിസ് ആണ്. ബാക്കിയെല്ലാം ഹെർപ്പസ് സിംപ്ലക്സ് കെരാറ്റൈറ്റിസിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് ആണ്. ഡിഫ്യൂസ് സ്ട്രോമൽ നെക്രോട്ടിക് കെരാറ്റൈറ്റിസ്, പങ്ക്റ്റേറ്റ് എപ്പിത്തീലിയൽ കെരാറ്റൈറ്റിസ്, ഡിസ്കിഫോം കെരാറ്റൈറ്റിസ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡറി ഗ്ലോക്കോമ ഇൻ ഏർലി സ്റ്റേജ് ഓഫ് ഹെർപ്പസ് സോസ്റ്റർ ഓഫ്താൽമിക്കസ് ഓക്കേഴ്സ് ഡ്യൂ ടു ഓപ്ഷൻസ് എ ട്രബിക്കുലൈറ്റിസ്, ബി ഐറിഡോസൈക്ലൈറ്റിസ്, സി ഹെമറാജിക് ഹൈപ്പോപയോൺ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ട്രബിക്കുലൈറ്റിസ് ആണ്. സെക്കൻഡറി ഗ്ലോക്കോമ ഇൻ ഏർലി സ്റ്റേജ് ഓഫ് ഹെർപ്പസ് സോസ്റ്റർ ഓഫ്താൽമിക്കസ് ഓക്കേഴ്സ് ഡ്യൂ ടു ട്രബിക്കുലൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഇൻ ഹെർപ്പസ് സോസ്റ്റർ ഓഫ്താൽമിക്കസ് ആർ ഇൻഡിക്കേറ്റഡ് വെൻ അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ ഫേഷ്യൽ നെർവ് പാൾസി, ബി ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, സി പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ്. സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഇൻ ഹെർപ്പസ് സോസ്റ്റർ ഓഫ്താൽമിക്കസ് ആർ ഇൻഡിക്കേറ്റഡ് വെൻ അസോസിയേറ്റഡ് വിത്ത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ്. നെക്സ്റ്റ്, ദ നെർവ് വിച്ച് ഈസ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ഇൻവോൾവ് ഇൻ ഹെർപ്പസ് സോസ്റ്റർ ഓഫ്താൽമിക്കസ് ഈസ് ഓപ്ഷൻസ് എ ഫ്രോണ്ടൽ നെർവ്, ബി നാസോസിലിയറി നെർവ്, സി ലാക്രിമൽ നെർവ്, ഡി ഫേഷ്യൽ നെർവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫ്രോണ്ടൽ നെർവാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയൽ കെരാറ്റോ ന്യൂറൈറ്റിസ് ഈസ് എ ഫീച്ചർ ഓഫ് ഓപ്ഷൻസ് എ അക്കാന്തമീബ കെരാറ്റൈറ്റിസ്, ബി ഹെർപ്പസ് സോസ്റ്റർ കെരാറ്റൈറ്റിസ്, സി ന്യൂറോ പാരാലിറ്റിക് കെരാറ്റൈറ്റിസ്, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അക്കാന്തമീബ കെരാറ്റൈറ്റിസ് ആണ്. അക്കാന്തമീബ കെരാറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോയൽ ഇൻഫെക്ഷൻ ആണ്. കോണ്ടാക്ട് ലെൻസ് വെയറേഴ്സിലൊക്കെയാണ് നമുക്കിത് കൂടുതലായിട്ട് കാണാൻ പറ്റുക. അവർ ഹോം മെയ്ഡ് സെലൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണമായിട്ടാണ് കൂടുതലായിട്ട് ഇത് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ്. ഇതിൻ്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സായിട്ട് പറയുന്നവയാണ് എപ്പിത്തീലിയൽ ലീഷൻസ്. ഈ എപ്പിത്തീലിയൽ ലീഷൻസിൽ തന്നെ എപ്പിത്തീലിയൽ റിഡ്ജസ് കാണാൻ പറ്റും, റഫ്നിങ് കാണാൻ പറ്റും, എപ്പിത്തീലിയത്തിൽ റേഡിയൽ കെരാറ്റോ ന്യൂറൈറ്റിസ് കാണാൻ പറ്റും, അതുപോലെ സ്യൂഡോഡെൻഡ്രൈറ്റ്സ് ഫോർമേഷനും ഇതിൽ കാണാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ലിംബൽ ലീഷൻസ്, സ്ട്രോമൽ ലീഷൻസ്, റിംഗ് ഇൻഫിൽട്രേറ്റ്സ്, പിന്നെ പാച്ചി ആൻഡ് സാറ്റലൈറ്റ് സ്ട്രോമൽ ഇൻഫിൽട്രേറ്റ്സ്, റിംഗ് ആപ്സസ്, പിന്നെ സ്ക്ലിയറൈറ്റിസ് ഇതൊക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ്, എക്സ്പോഷർ കെരാറ്റൈറ്റിസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ സെവൻത്ത് നെർവ് പാരാലിസിസ്, ബി ഫിഫ്ത്ത് നെർവ് പാരാലിസിസ്, സി സിംബ്ലിഫറോൺ, ഡി എക്ട്രോപ്പിയോൺ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫിഫ്ത്ത് നെർവ് പാരാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് റോസക്കെ കെരാറ്റൈറ്റിസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ കോർണിയൽ വാസ്കുലറൈസേഷൻ, ബി അസോസിയേറ്റഡ് ബ്ലിഫറോകൺജക്റ്റിവൈറ്റിസ്, സി സെൻട്രൽ സൂപ്പർഫിഷ്യൽ അൾസർ, ഡി പ്രോഗ്രസ് ടു ഇൻവോൾവ് ദ വോൾ കോർണിയ.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെൻട്രൽ സൂപ്പർഫിഷ്യൽ അൾസർ. ബാക്കിയെല്ലാം റോസക്കി കെരാറ്റൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ്. റോസക്കി കെരാറ്റൈറ്റിസ് എന്ന് പറയുന്നത് കോർണിയൽ അൾസറേഷൻ ഈസ് സീൻ ഇൻ എബൌട്ട് 10% കേസ് ഓഫ് എക്കിൻ റോസക്കി വിച്ച് ഈസ് പ്രൈമർലി എ ഡിസീസ് ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻസ് ഓഫ് ദ സ്കിൻ. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ട്രൂ ഫോർ മൂറൻസ് അൾസർ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ പെരിഫറൽ അൾസറേറ്റീവ് കെരാറ്റൈറ്റിസ്, ബി അഡ്വാൻസിങ് ഏജ് ഈസ് അണ്ടർമൈൻഡ്, സി പെർഫറേഷൻ ഈസ് കോമൺ, ഡി ഫ്ലോർ ഓഫ് അൾസർ ഈസ് ക്വിക്ലി വാസ്കുലറൈസ്ഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പെർഫറേഷൻ ഈസ് കോമൺ എന്ന് പറയുന്നത് മൂറൻസ് അൾസറിൻ്റെ ഒരു ഫീച്ചർ അല്ല. മൂറൻസ് അൾസർ ഈസ് എ സിവിയർ ഇൻഫ്ലമേറ്ററി പെരിഫറൽ അൾസറേറ്റീവ് കെരാറ്റൈറ്റിസ്. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോട്ടോ ഓഫ്താൽമിയ റിസൾട്ട്സ് ഫ്രം എക്സ്പോഷർ ടു ഓപ്ഷൻസ് എ അൾട്രാവയലറ്റ് റേസ്, ബി ഇൻഫ്രാറെഡ് റേസ്, സി ബീറ്റ ഇറാഡിയേഷൻ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അൾട്രാവയലറ്റ് റേസ് ആണ്. ഇൻ ഫോട്ടോ ഓഫ്താൽമിയ സൈറ്റ് ഓഫ് ലീഷൻ ഈസ് കോർണിയ. ആ ഒരു പോയിൻ്റോടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലമെൻ്ററി കെരാറ്റൈറ്റിസ് മേ ഒക്കർ ഓപ്ഷൻസ് എ ഇൻ ട്രക്കോമ, ബി ഇൻ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് സീക്ക, സി ഫോളോവിങ് കാറ്ററൽ സർജറി, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. ഫിലമെൻ്ററി കെരാറ്റൈറ്റിസ് നമുക്ക് ട്രക്കോമയിലും കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് സീക്കയിലും അതുപോലെ കാറ്ററൽ സർജറി ഫോളോ ചെയ്തവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് കോസേറ്റീവ് ഓർഗാനിസം ഓഫ് കോർണിയൽ അൾസർ ഈസ് ഓപ്ഷൻസ് എ ന്യൂമോകോക്കസ്, ബി സ്റ്റഫൈലോകോക്കസ്, സി സ്ട്രെപ്റ്റോകോക്കസ്, ഡി ഫംഗൈ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സ്റ്റഫൈലോകോക്കസ് ആണ് കോമണസ്റ്റ് കോസേറ്റീവ് ഓർഗാനിസം ഓഫ് കോർണിയൽ അൾസർ. നമ്മുടെ എക്കിഗുറാനയുടെ ഡിസീസിൻ്റെ ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്, മോസ്റ്റ് കോമൺ കോസ് ഇൻ ജനറൽ ഇൻ സ്റ്റഫൈലോകോക്കസ്, മോസ്റ്റ് കോമൺ കോസ് ഇൻ കോണ്ടാക്ട് ലെൻസ് വിയറേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്യൂഡോമോണാസ് ആണ് കോർണിയൽ അൾസർ ഉണ്ടാക്കുന്നത്. അതോടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാസിക്കുലർ അൾസർ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ ഫ്ലിക്റ്റിനുലർ കെരാറ്റൈറ്റിസ്, ബി റോസക്കി കെരാറ്റൈറ്റിസ്, സി റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫ്ലിക്റ്റിനുലർ കെരാറ്റൈറ്റിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർലിയസ്റ്റ് സിംറ്റം ടു ഒക്കർ ഇൻ കോർണിയൽ അൾസർ ഈസ് ഓപ്ഷൻസ് എ പെയിൻ, ബി ഫോട്ടോഫോബിയ, സി ലോസ് ഓഫ് സെൻസേഷൻ, ഡി ഡിമിനിഷ്ഡ് വിഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പെയിൻ ആണ്. ചില സ്ഥലങ്ങളിൽ ഫോട്ടോഫോബിയയും കാണുന്നുണ്ട്, ബട്ട് കൂടുതൽ സ്ഥലങ്ങളിലും പെയിൻ ആണ് ആൻസർ കണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ പെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമണസ്റ്റ് കോസ് ഓഫ് ഹൈപ്പോപയോണീസ് ഓപ്ഷൻസ് എ മൊറാക്സെല്ല, ബി ഗോണോകോക്കസ്, സി ന്യൂമോകോക്കസ്, ഡി സ്റ്റഫൈലോകോക്കസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ന്യൂമോകോക്കസ് ആണ് കോമണസ്റ്റ് കോസ് ഓഫ് ഹൈപ്പോപയോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെരാറ്റോമലേഷ്യ ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബി സിവിയർ പെയിൻ ഇൻ ദി ഐ, സി സിറോസിസ് ഓഫ് ദ കോർണിയ, ഡി പെർഫറേഷൻ ഓഫ് കോർണിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിവിയർ പെയിൻ ഇൻ ദ ഐ എന്നുള്ളതാണ്. കെരാറ്റോമലേഷ്യയിൽ അങ്ങനെ വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, സിറോസിസ് ഓഫ് ദ കോർണിയ, പെർഫറേഷൻ ഓഫ് ദ കോർണിയ എല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേസർ ഫ്ലേഷ്യർ റിംഗ് ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ലെയർ ഓഫ് കോർണിയ ഓപ്ഷൻസ് എ ബൊമാൻസ് മെംബ്രെയിൻ, ബി സബ്സ്റ്റൻഷ്യ പ്രോപ്പിയ, സി ഡെസ്മൻസ് മെംബ്രെയിൻ, ഡി എൻഡോത്തീലിയം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഡെസ്മൻസ് മെംബ്രെയിൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൺസൺ സൈൻ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ കെരാറ്റോഗോണസ്, ബി കെരാറ്റോഗ്ലോബസ്, സി മൈക്രോകോർണിയ, ഡി ഓൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കെരാറ്റോഗോണസ് ആണ്. ഈ മൺസൺ സൈൻ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് ബൾഗിങ് ഓഫ് ലോവർ ലിഡ് വെൻ പേഷ്യൻസ് ലുക്സ് ഡൗൺ. അപ്പോൾ മൺസൺ സൈൻ കാണുന്നത് കെരാറ്റോഗോണസിൻ്റെ കേസിലാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റീരിയർ ലെൻറ്റിക്കോണസ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ മാർഫൻ സിൻഡ്രോം, ബി എയർലർ ഡാൻലോ സിൻഡ്രോം, സി വെയിൽ മാർഷേനി സിൻഡ്രോം, ഡി ഹോമോസിസ്റ്റോറിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മാർഫൻ സിൻഡ്രോം ആണ്. മാർഫൻ സിൻഡ്രത്തിലാണ് ആൻറ്റീരിയർ ലെൻറ്റിക്കോണസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസീസ് ഓഫ് ഐ എന്നുള്ള ഭാഗത്തു നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത 50 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു 3-4 ക്ലാസ് മാക്സിമം ഡിസീസിൻ്റെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഞാനിതിൽ മുമ്പ് ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുമ്പോൾ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതായിരിക്കും ഓൾറെഡി. അതുകൊണ്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. നമുക്ക് ടൈം കുറച്ചേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കവർ ചെയ്ത് പോകണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്